അമേരിക്കയിൽ ജോലി സ്വപ്നം കാണുന്ന ഐ.ടി. പ്രൊഫഷണലുകൾക്കും നിലവിൽ അവിടെ ജോലി ചെയ്യുന്നവർക്കും ഒട്ടും ശുഭകരമല്ലാത്ത ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. H-1B വിസയുമായി ബന്ധപ്പെട്ട കാലങ്ങളായുള്ള കീഴ്വഴക്കങ്ങൾ അമേരിക്ക തിരുത്തി കുറിക്കുകയാണ്. 2026 ഫെബ്രുവരി 27 മുതൽ വിസ ലഭിക്കാനുള്ള ഭാഗ്യപരീക്ഷണമായ നറുക്കെടുപ്പ് അവസാനിക്കുകയാണ്. പകരം വരുന്നത് ശമ്പളത്തെ അടിസ്ഥാനമാക്കിയുള്ള പുതിയ നിയമമാണ്. ഇത് ഇന്ത്യൻ ഐ.ടി. കമ്പനികളെയും മലയാളി ഉദ്യോഗാർത്ഥികളെയും എങ്ങനെ ബാധിക്കും? നമുക്ക് വിശദമായി പരിശോധിക്കാം. ഇത് അമേരിക്കയിൽ ജോലി ചെയ്യുന്നവരുടെ കാര്യത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. പ്രത്യേകിച്ച് ഇന്ത്യക്കാരെയും മലയാളികളെയും ഇത് സാരമായി ബാധിക്കും. ഇതുവരെ H-1B വിസകൾ കിട്ടാൻ നറുക്കെടുപ്പായിരുന്നു പ്രധാന മാർഗം. 85,000 വിസകൾക്ക് വേണ്ടി ലക്ഷക്കണക്കിന് ആളുകൾ അപേക്ഷിക്കുമ്പോൾ നറുക്കെടുപ്പിലൂടെയാണ് തെരഞ്ഞെടുപ്പ് നടന്നിരുന്നത്. അതായത് ഒരു ഗൂഗിൾ ആർക്കിടെക്റ്റിനും ഒരു ഇൻഫോസിസ് കൺസൾട്ടന്റിനും ഒരുപോലെ നറുക്കെടുപ്പിൽ സാധ്യതകളുണ്ടായിരുന്നു. എന്നാൽ പുതിയ നിയമം വരുമ്പോൾ കുറഞ്ഞ ശമ്പളം വാങ്ങുന്നവരുടെ വിസ കിട്ടാനുള്ള സാധ്യത 48% കുറയും. അതേസമയം കൂടുതൽ ശമ്പളം വാങ്ങുന്നവരുടെ സാധ്യത 107% കൂടും. ഇത് വെറും ചെറിയ മാറ്റമല്ല, അമേരിക്കയിൽ ആർക്കൊക്കെ ജോലി ചെയ്യാൻ അവസരം കിട്ടുമെന്നതിനെ തന്നെ മാറ്റിമറിക്കുന്ന ഒന്നാണ്. ഈ മാറ്റം തൊഴിലാളികളുടെ സംരക്ഷണത്തിനാണെന്ന് സർക്കാർ പറയുന്നുണ്ടെങ്കിലും ഇതിൻ്റെ യഥാർത്ഥ ലക്ഷ്യം അമേരിക്കയിലെ വലിയ കമ്പനികൾക്ക് കൂടുതൽ നേട്ടമുണ്ടാക്കുക എന്നതാണ്. കൂടുതൽ ശമ്പളം നൽകാൻ കഴിവുള്ള കമ്പനികൾക്ക് H-1B വിസ ലഭിക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. പുതിയ നിയമപ്രകാരം ഏറ്റവും ഉയർന്ന ശമ്പളം വാങ്ങുന്നവർക്ക് ഏറ്റവും കുറഞ്ഞ ശമ്പളം വാങ്ങുന്നവരെക്കാൾ 4 മടങ്ങ് കൂടുതൽ വിസ ലഭിക്കാൻ സാധ്യതയുണ്ട്. ഇതിന്റെ ഫലം എന്താണെന്ന് നോക്കാം. വിസ ലഭിക്കാനുള്ള സാധ്യത കൂട്ടാൻ കമ്പനികൾ ശമ്പളം വർദ്ധിപ്പിക്കും. ഇത് H-1B വിസ ലഭിക്കുന്നവരുടെ ശമ്പളത്തിന്റെ അടിസ്ഥാന വില വർദ്ധിപ്പിക്കും. മൈക്രോസോഫ്റ്റ്, ഗൂഗിൾ, ആമസോൺ, മെറ്റ തുടങ്ങിയ വലിയ കമ്പനികൾക്ക് ഇത് വളരെ ഗുണം ചെയ്യും. കാരണം അവർക്ക് ഇതിനോടകം തന്നെ പരിചയസമ്പന്നരായ ജീവനക്കാർക്ക് $150,000 മുതൽ $250,000 വരെ ശമ്പളം നൽകാൻ കഴിയും. ഈ കമ്പനികൾക്ക് ശമ്പള വർധനവ് അവരുടെ ലാഭത്തെ കാര്യമായി ബാധിക്കില്ല. എന്നാൽ ചെറിയതും ഇടത്തരം കമ്പനികൾക്കും ഇത് താങ്ങാൻ കഴിയില്ല. അങ്ങനെ അമേരിക്കൻ ടെക് ഭീമന്മാർക്ക് ഒരു വലിയ മത്സരാധിഷ്ഠിത നേട്ടം ലഭിക്കുന്നു. ഇതിന് തെളിവുകളുണ്ട്. ഏറ്റവും കൂടുതൽ H-1B വിസകൾ ലഭിക്കുന്ന ആദ്യത്തെ 5 കമ്പനികൾ ആമസോൺ, ടാറ്റ കൺസൾട്ടിംഗ് സർവീസസ്, മൈക്രോസോഫ്റ്റ്, ആപ്പിൾ, ഗൂഗിൾ എന്നിവയാണ്. ഇതിൽ ആമസോണും മറ്റ് വലിയ ടെക് കമ്പനികൾക്കും ഉയർന്ന ശമ്പളം നൽകാൻ കഴിയും. എന്നാൽ TCS പോലുള്ള ഇന്ത്യൻ ഐ.ടി. കമ്പനികൾക്ക് ഇത് സാധ്യമല്ല. കാരണം അവർ കുറഞ്ഞ ചെലവിൽ സേവനം നൽകി മത്സരിക്കുന്നവരാണ്. ഇന്ത്യൻ ഐ.ടി. കമ്പനികൾക്ക് വലിയ തിരിച്ചടിയാണ് നേരിടേണ്ടി വരിക. ഇന്ത്യയുടെ ഐ.ടി. സേവന മേഖല ഒരു വലിയ പ്രതിസന്ധി നേരിടുകയാണ്. $245 ബില്യൺ വിറ്റുവരവുള്ള ഈ മേഖലയിൽ 5 ദശലക്ഷത്തിലധികം ആളുകൾ ജോലി ചെയ്യുന്നുണ്ട്. കുറഞ്ഞ ചെലവിൽ മികച്ച നിലവാരമുള്ള സേവനം നൽകി അമേരിക്കൻ വിപണിയിൽ മത്സരിക്കുക എന്നതായിരുന്നു ഇവരുടെ പ്രധാന തന്ത്രം. അമേരിക്കൻ വിപണിയിലെ ശമ്പളത്തേക്കാൾ 30 മുതൽ 40% കുറഞ്ഞ നിരക്കിൽ ജീവനക്കാരെ അയച്ചാണ് അവർ ഇത് സാധ്യമാക്കിയത്. എന്നാൽ പുതിയ ശമ്പളത്തെ അടിസ്ഥാനമാക്കിയുള്ള H-1B വിസ സമ്പ്രദായം ഈ തന്ത്രത്തെ ദുർബലപ്പെടുത്തുന്നു. TCS, ഇൻഫോസിസ്, വിപ്രോ തുടങ്ങിയ ഇന്ത്യൻ കമ്പനികൾ പ്രധാനമായും കുറഞ്ഞ ശമ്പളമുള്ള തസ്തികയിലേക്കുള്ള പ്രൊഫഷണലുകളെയാണ് ആശ്രയിച്ചിരുന്നത്. പഴയ നറുക്കെടുപ്പ് സമ്പ്രദായത്തിൽ പലതരം ശമ്പള നിരക്കുകളിൽ അപേക്ഷകൾ സമർപ്പിക്കുന്നത് വിസ ലഭിക്കാനുള്ള സാധ്യത വർദ്ധിപ്പിച്ചിരുന്നു. എന്നാൽ പുതിയ സമ്പ്രദായത്തിൽ 1000 ലെവൽ 1 അപേക്ഷകൾ സമർപ്പിക്കുന്ന ഒരു കമ്പനിക്ക് വിസ ലഭിക്കാനുള്ള സാധ്യത ഏകദേശം 48% കുറയും. അതേസമയം ലെവൽ 4 അപേക്ഷകൾക്ക് 107% വർധനവുണ്ടാകും. ഇതിൻ്റെ സാമ്പത്തിക ഫലം വളരെ വലുതാണ്. വിസ ലഭിക്കുന്നവരുടെ എണ്ണം നിലനിർത്താൻ ഇന്ത്യൻ ഐ.ടി. കമ്പനികൾക്ക് 3 വഴികളേ ഉള്ളൂ. ഇവയൊന്നും അവർക്ക് എളുപ്പത്തിൽ സ്വീകരിക്കാൻ കഴിയുന്നതല്ല. ഒന്നാമത്തേത് കുറഞ്ഞ എണ്ണം വിസകൾ സ്വീകരിക്കുക എന്നതാണ്. അതായത് അമേരിക്കയിൽ ജോലി ചെയ്യുന്നവരുടെ എണ്ണം കുറയ്ക്കുക. ഇത് അമേരിക്കയിലെ അവരുടെ പ്രവർത്തനങ്ങളെ ബാധിക്കും. രണ്ടാമത്തേത് ശമ്പളം വർദ്ധിപ്പിക്കുക എന്നതാണ്. കുറഞ്ഞ ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന തസ്തികകളിലേക്ക് പോലും ഉയർന്ന ശമ്പളം നൽകേണ്ടി വരും. ഇത് അവരുടെ ലാഭം കുറയ്ക്കുകയും കുറഞ്ഞ ചെലവിൽ സേവനം നൽകാനുള്ള അവരുടെ പ്രധാന തന്ത്രത്തെ ഇല്ലാതാക്കുകയും ചെയ്യും. മൂന്നാമത് ഓഫ് ഷോറിംഗ് വർദ്ധിപ്പിക്കുക എന്നതാണ്. ഇന്ത്യയിലും മറ്റ് രാജ്യങ്ങളിലും പുതിയ ഓഫീസുകൾ തുറന്ന് അവിടെ നിന്ന് സേവനം നൽകുക. ഇതിനായി വലിയ നിക്ഷേപം നടത്തേണ്ടി വരും. ഈ മാറ്റങ്ങൾ ഇന്ത്യൻ ഐ.ടി. കമ്പനികൾക്ക് വലിയ വെല്ലുവിളിയാണെന്ന് പലരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ നയം വലിയ ടെക് കമ്പനികൾക്ക് അനുകൂലമാണെന്നും ഇന്ത്യൻ ഐ.ടി. കമ്പനികൾക്ക് ഇത് വളരെ ദോഷകരമാണ് എന്നും പലരും അഭിപ്രായപ്പെടുന്നുണ്ട്. അതിനാൽ വിസ ലഭിക്കാൻ വേണ്ടി വാദിക്കുന്നതിന് പകരം വിദേശങ്ങളിൽ നിക്ഷേപം നടത്താനാണ് അവർ ശ്രമിക്കുന്നത്. ഈ മാറ്റങ്ങൾ വ്യക്തിഗത പ്രൊഫഷണലുകളുടെ കരിയറിനെയും കാര്യമായി ബാധിക്കും. പുതിയതായി ജോലിക്ക് പ്രവേശിക്കുന്നവരും കരിയറിൻ്റെ തുടക്കത്തിലുള്ളവരുമായ ആളുകൾക്ക് വിസ ലഭിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. മുമ്പ് H-1B വിസയ്ക്ക് അപേക്ഷിക്കുന്നവരിൽ 40 മുതൽ 50% പേരും ഈ വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നു. ഒരു ലെവൽ 1 ശമ്പളമുള്ള സോഫ്റ്റ്വെയർ ഡെവലപ്പറിന് ഇപ്പോൾ വിസ ലഭിക്കാനുള്ള സാധ്യത ഏകദേശം 15% മാത്രമാണ്. പഴയ നറുക്കെടുപ്പ് സമ്പ്രദായത്തിൽ ഇത് ഏകദേശം 30% ഒരു തരത്തിൽ പറഞ്ഞാൽ ഇത് പ്രതിഭകളുടെ വിഭജനത്തിന് കാരണമാകും. ഉയർന്ന ശമ്പളവും പരിചയസമ്പത്തും ഉള്ളവർക്ക് അമേരിക്കയിലേക്ക് വരാൻ കഴിയും. എന്നാൽ യുവ പ്രതിഭകൾക്ക് അവരുടെ സ്വന്തം രാജ്യങ്ങളിൽ തുടരേണ്ടി വരും. ഇത് അവരുടെ കരിയർ വളർച്ചയെ വൈകിപ്പിക്കുകയും അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള സാങ്കേതിക വിദ്യ കൈമാറ്റത്തെ തടയുകയും ചെയ്യും. ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾക്ക് പ്രതിഭകളെ സ്വന്തം നാട്ടിൽ നിലനിർത്താൻ കഴിഞ്ഞേക്കും. എന്നാൽ അമേരിക്കൻ ടെക് മേഖലയ്ക്ക് അവരുടെ വളർച്ചയ്ക്ക് ആവശ്യമായ പ്രതിഭകളുടെ വൈവിധ്യം നഷ്ടപ്പെടും. വിദേശത്തുള്ള ഐ.ടി. കമ്പനികൾക്ക് ഈ മാറ്റങ്ങൾ ഒരു വലിയ വെല്ലുവിളിയാണ്. അവർ അവരുടെ തൊഴിൽ വികസന തന്ത്രങ്ങൾ മാറ്റേണ്ടതുണ്ട്. അമേരിക്കയിൽ സ്ഥിരമായി നിയമനം നടത്തുന്നതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. കുറഞ്ഞ ചെലവുള്ള രാജ്യങ്ങളിൽ ഓഫീസുകൾ സ്ഥാപിക്കുന്നത് വേഗത്തിലാക്കുക.
H1B വിസയെ ഒരു പ്രധാന റിക്രൂട്ട്മെന്റ് മാർഗമായി കാണുന്നത് പുനർമൂല്യനിർണ്ണയം നടത്തുക എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. അമേരിക്കൻ ടെക് കമ്പനികൾക്ക് ഈ ശമ്പളത്തെ അടിസ്ഥാനമാക്കിയുള്ള സമ്പ്രദായം അവർക്ക് ചെലവ് സംബന്ധമായ മുൻതൂക്കം നൽകുന്നുണ്ട്. കാരണം എതിരാളികൾക്ക് നിയമപരമായ തടസ്സങ്ങളും വിസ ലഭിക്കാനുള്ള അപകട സാധ്യതയും വർദ്ധിക്കുന്നു. ഇന്ത്യൻ പ്രൊഫഷണലുകൾക്ക് തുടക്കത്തിലും മധ്യനിലയിലുമുള്ള ജോലികൾക്ക് H1B വിസ ലഭിക്കാനുള്ള സാധ്യത വളരെ കുറവാണെന്ന് മനസ്സിലാക്കണം. അതിനാൽ അമേരിക്കൻ കമ്പനികളിൽ നിന്ന് നേരിട്ടുള്ള സ്പോൺസർഷിപ്പ് നേടുക, അമേരിക്കൻ സർവകലാശാലകളിൽ നിന്ന് ഉന്നത ബിരുദങ്ങൾ നേടുക, അല്ലെങ്കിൽ ഇന്ത്യയിലെ ആഭ്യന്തര ടെക് വിപണിയിൽ കരിയർ കെട്ടിപ്പടുക്കുക എന്നിവയാണ് മികച്ച വഴികൾ. 2026 ഫെബ്രുവരി 27 മുതൽ ഈ പുതിയ നിയമം പ്രാബല്യത്തിൽ വരും. ഇത് 15 വർഷത്തെ ഒരു കാലഘട്ടത്തിന്റെ അവസാനമാണ്. അന്ന് വരെ H1B വിസ ലഭിക്കുന്നത് ഏകദേശം എല്ലാവർക്കും ഒരുപോലെയായിരുന്നു, നറുക്കെടുപ്പ് വഴിയായിരുന്നു. എന്നാൽ ഇനി മുതൽ കൂടുതൽ പണമുള്ള തൊഴിലുടമകൾക്കും ഉയർന്ന ശമ്പളം വാങ്ങുന്ന പ്രൊഫഷണലുകൾക്കും വിസ ലഭിക്കാൻ കൂടുതൽ സാധ്യതയുള്ള ഒരു സംവിധാനം വരുന്നു. ഇത് അടുത്ത ദശകത്തിൽ ടെക്നോളജി, സേവന മേഖലകളിലെ മത്സരത്തെ രൂപപ്പെടുത്തും.